അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ ഒരു നായയുണ്ടായിരുന്നു. കുഷ്ഠരോഗം പിടിച്ച നായ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുറിവുണ്ട്. വ്രണങ്ങൾ വന്ന് പുഴുക്കളരിച്ച് ജനങ്ങളൊക്കെ കണ്ടാൽ വെറുത്ത് ആട്ടിയോടിക്കുന്ന ഒരു നായ. ജനങ്ങളൊക്കെ കല്ലെടുത്തെറിയും ആ നായയെ കണ്ടാൽ. ഈ നായയെ ഒരു ദിവസം മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ജനങ്ങൾ ആട്ടിയോടിക്കുന്നത്. മഹാനവറുകൾ ആ നായയെയും പിടിച്ച് വിജനമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെറിയൊരു തമ്പടിച്ചു. ആ തമ്പിൽ ഈ നായയെ പാർപ്പിച്ചു. 40 ദിവസം ആ നായക്ക് ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തു. എല്ലാ ദിവസവും വന്ന് കഴുകി വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്ത് മഹാനവറുകൾക്ക് ഒരു ഭക്ഷണങ്ങൾ കൊടുക്കും. ഇങ്ങനെ 40 ദിവസം ആ നായക്ക് ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്തു. രോഗം മാറി. നാട്ടിലേക്ക് കുളിപ്പിച്ച് നായയെ വൃത്തിയാക്കി നാട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു വിട്ടു. ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ, അങ്ങ് എന്തിനാണ് ഇത് ചെയ്തത്? അങ്ങ് വലിയ തിരക്കുള്ള വലിയ മഹാപണ്ഡിതനാണ്. ഞങ്ങൾക്ക് ദർസ് നടത്താൻ ക്യാപ്പബിലിറ്റിയുള്ള വലിയ പണ്ഡിതനായ ഒരു ഒഴിവുമില്ലാത്ത അങ്ങ് എന്തിനാണ് ഇത് ചെയ്തത്? ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞത്, നാളെ എൻ്റെ റബ്ബനോട് ചോദിക്കും, നീ ഇങ്ങനെ ഒരു നായയെ കണ്ടിട്ട് അതിനോട് കാരുണ്യം ചെയ്തില്ലേ, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കാരുണ്യം ചെയ്തത്. സഹജീവികളോട് കാരുണ്യം ചെയ്യണമെന്ന്, ജീവികളോട് കാരുണ്യം ചെയ്യണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ പാഠമുണ്ട്. എല്ലാവരോടും കാരുണ്യം ചെയ്താൽ മാത്രമേ അള്ളാഹു നിങ്ങളോട് കാരുണ്യം ചെയ്യുകയുള്ളൂ. അള്ളാഹു നമ്മോട് കാരുണ്യം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.